പാലക്കാട് വിജയപ്രതീക്ഷയിൽ ബി.ജെ.പി. ഇടത് യു.ഡി.എഫ് ക്യാമ്പുകളിൽ നിരാശ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞത് സ്ഥാനാർത്ഥികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. 2021 73.71% പോളിംഗ്. ഇത്തവണ അത് 70.51% കുറഞ്ഞു. 3%-ലേറെയാണ് പോളിംഗിലുണ്ടായ കുറവ്. അതേസമയം ബി.ജെ.പി. ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ പോളിംഗ് ഉയർന്നു. എന്നാൽ കോൺഗ്രസിന് മേധാവിത്വമുള്ള പിരിയാരി പഞ്ചായത്തിലും കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും വോട്ടെണ്ണം കുറയുകയും ചെയ്തു. ഇത് മുന്നണികളുടെ പ്രതീക്ഷകളെ ആകെ തകിടം മറിച്ചിരിക്കുകയാണ്. 1.5 മാസത്തോളം നീണ്ട വാശിയേറിയ പ്രചാരണത്തിനൊടുവിലാണ് പാലക്കാട്ട് ജനം ഇന്നലെ വിധിയെഴുതിയത്. രാവിലെ മന്ദഗതിയിൽ തുടങ്ങിയ വോട്ടെടുപ്പ് അവസാന മണിക്കൂറുകളിലാണ് മെച്ചപ്പെട്ടത്. പാലക്കാട് നഗരസഭയിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ 65% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അന്ന് ബി.ജെ.പി. ആണ് നഗരസഭാ പരിധിയിൽ കൂടുതൽ വോട്ട് നേടിയത്. ഇത്തവണ ഇവിടെ ഒറ്റയടിക്ക് 5%-ലേറെ വോട്ട് ഉയർന്നു. ഇത് വലിയ വിജയപ്രതീക്ഷയാണ് ബി.ജെ.പി. ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മറുവശത്ത് യു.ഡി.എഫിന്റെ ശക്തി കേന്ദ്രമായ പിരിയാരി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 77% പോളിംഗ് ഇത്തവണ 69.78% കുറഞ്ഞു. ഇതാണ് യു.ഡി.എഫ് ക്യാമ്പിൽ ചങ്കിടിപ്പുഴരാൻ കാരണം. മണ്ഡലത്തിന്റെ ഭാഗമായ കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും പോളിംഗ് ശതമാനം കുറഞ്ഞു. കണ്ണാടി പഞ്ചായത്തിൽ 68.42%, മാത്തൂരിൽ 68.29% പോളിംഗ്. ഇവിടെ CPM-നും കോൺഗ്രസിനും ഏറെക്കുറെ തുല്യശക്തിയാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ബി.ജെ.പി. ക്യാമ്പിൽ വിജയപ്രതീക്ഷ ഉയർന്നിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ വോട്ട് കൂടിയത് അനുകൂലമാകുമെന്നാണ് ബി.ജെ.പി. ഉറച്ചു വിശ്വസിക്കുന്നത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തോടെ ബി.ജെ.പിയുണ്ടായ യോജിപ്പ് ഗുണം ചെയ്തുവെന്നാണ് നേതാക്കൾ പറയുന്നത്. പിരിയാരി പഞ്ചായത്തിലടക്കം യു.ഡി.എഫ് വോട്ട് വലിയ തോതിൽ ബി.ജെ.പിക്ക് കിട്ടിയെന്നും വിലയിരുത്തലുണ്ട്. 2500-നും 4000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്നും ബി.ജെ.പി. നേതാക്കൾ പറയുന്നു. എന്നാൽ യു.ഡി.എഫിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. നേരത്തെ 5 ഭൂരിപക്ഷം അവകാശപ്പെട്ടിരുന്ന കോൺഗ്രസ് ക്യാമ്പിൽ ആ ആത്മവിശ്വാസം ഇപ്പോഴില്ല. വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ 4000 വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. 2021 5000 വോട്ട് ഭൂരിപക്ഷത്തിലാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ ജയിച്ചത്. അന്ന് CPM-ൽ നിന്ന് വലിയ തോതിൽ വോട്ട് യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇടത് സ്ഥാനാർത്ഥിയായി ഡോക്ടർ പി. സരിനായി ഇത്തവണ ശക്തമായ പ്രചാരണം ഇടതുമുന്നണിയും കാഴ്ചവെച്ചിരുന്നു. അവസാന നിമിഷം വരെയുള്ള വാശിയേറിയ പോരാട്ടമാണ് മണ്ഡലത്തിൽ കണ്ടത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും 3-ാം സ്ഥാനത്തായിരുന്ന സ്ഥിതിയിൽ നിന്ന് നില മെച്ചപ്പെടുത്തി 2ാമതെത്താൻ സാധിക്കുമെന്ന് LDF കണക്ക് കൂട്ടുന്നു. പാലക്കാടൻ കാറ്റ് ആർക്ക് അനുകൂലമാണെന്നറിയാൻ ഇനി 2 നാൾ കാക്കണം. 23-നാണ് വോട്ടെണ്ണൽ.